സ്പേസ് ബാറിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബക്കറ്റ് ചിക്കനാണ്. നമ്മള് ഇപ്പൊ കൊറോണ ഒക്കെ ആയതുകൊണ്ട് ഇപ്പൊ ചുമ്മാ വീട്ടിലേക്കാണ്. അപ്പൊ നമ്മുടെ അടുത്തുള്ള വീട്ടിൽ രണ്ടു കൂട്ടുകാരൊക്കെ വിളിച്ചിട്ട് നമ്മൾ ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പൊ നമുക്ക് തുടങ്ങാൻ പരിപാടി എങ്ങനെയാണെന്ന് വെച്ചാൽ, അപ്പൊ നമ്മുടെ ചങ്ക്സ് ആണ് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും. പാട്രിക്, അതൊന്നും മാറ്റിക്കട. പാട്രിക്, ഇത് തോമസ്, കേസിന്റെ ജില്ലാ സെക്രട്ടറിയാട്ടാ. ഓക്കെ, മോഹൻ കാണിക്കില്ല. മിസ്റ്റർ സെബിൻ. അപ്പൊ നമുക്ക് അപ്പൊ എന്തായാലും നമുക്ക് ബക്കറ്റ് ചിക്കന്റെ പരിപാടി തുടങ്ങാം. അപ്പൊ നമ്മള് ചിക്കനൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ഒന്ന് കഴുകണം. പിന്നെ നമ്മുടെ കൂട്ടൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് പരിപാടിയിലേക്ക് കടക്കാം. ഓക്കെ, ഒരു കൊതിയാണ് ഇത്. നമ്മള് ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കുന്നതിന് മുമ്പ് നമ്മള് കോഴിയുടെ പുറത്തുള്ള ഈ അനാവശ്യമായിട്ടുള്ള കൊഴുപ്പുകളെല്ലാം നമ്മളിപ്പോൾ റിമൂവ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ വളരെ വൃത്തിയായിട്ട്, അതായത് വളരെ ഹൈജീനിക് ആയിട്ട് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കിയതിന് ശേഷമായിരിക്കും നമ്മൾ ഇനി ബക്കറ്റ് ചിക്കനിലേക്കുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത്. നിങ്ങളങ്ങനെ നാച്ചുറലായിരിക്കണം. നിന്നെ തല്ലി ശരിയാക്കുന്നല്ലോ. ഇത്തവണ സെപ്റ്റംബറിലെ ക്ലാസ് തുടങ്ങുള്ളൂ. ഇല്ലടാ, അടുത്ത വർഷം. ഞാൻ ചെറുപ്പത്തിൽ എനിക്ക് 6 മാസം ഉള്ളപ്പോഴാണ് ഞാൻ പണ്ടൊരു കോഴിയുടെ പുറകെ ഓടിയത്. അപ്പോഴും നീ കോഴിനെ എടുത്തില്ലായിരുന്നല്ലേ? കോഴിയുടെ അതിയായ പ്രേമായിരുന്നു. നമ്മുടെ ബക്കറ്റ് ചിക്കൻ ആവശ്യമായിട്ടുള്ള ഐറ്റംസ് ആണ്. നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഉപ്പ് വേണം, പിന്നെ മുളക് പൊടി, പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ അരച്ചതാണ്, പിന്നെ കുരുമുളക് പൊടി, വെളിച്ചെണ്ണ, പിന്നെ നമ്മുടെ ഗരം മസാല. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണ്ടത് ഒരു നാരങ്ങ വേണം, ഒരു തൈര് കൂടെ വേണം. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ വാങ്ങി നല്ല വൃത്തിയായി ഡ്രസ്സ് ചെയ്ത് കഴുകി എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കാവുന്ന പ്രൊസീജിയേഴ്സിലേക്ക് നമ്മൾ കടക്കുകയാണ്. എടാ പാട്രിക്ക്, എന്ത് ചെയ്യാൻ വേണ്ടത്? എടാ, നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല ഇതിന് തേച്ച് പിടിപ്പിക്കണം. പക്ഷെ ഇത് നന്നായിട്ട് പിടിക്കണമെന്നില്ല. ഇതിന് കുറച്ച് നമ്മളൊരു ചിക്കൻ കുറച്ച് 6 പാക്ക് ഒക്കെ ഇട്ട് കൊടുക്കണം. ഇതുപോലെ വരഞ്ഞ് നമ്മൾ ഈ മസാലയൊക്കെ അകത്തേക്ക് കയറി പിടിക്കാനുള്ള കുറച്ച് ഗ്യാപ്പൊക്കെ ഇവൻ്റെ ബോഡി ഇട്ട് കൊടുക്കണം. പാത്രം ഇതൊക്കെ നമ്മൾ കറക്റ്റ് അറേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രമേ നന്നായിട്ട് മസാലയൊക്കെ പിടിക്കുള്ളൂ. അതുകൊണ്ട് നമ്മളിങ്ങനെ ഇവന് ഓരോ വരയിലുകൾ ഇട്ട് കൊടുക്കും. ഇനി നമ്മുടെ കാലിലും കണ്ടോ എല്ലാം വരണം അല്ലേ? ഫുള്ള് ഓക്കെ. കഴിഞ്ഞ അല്ല പുതുണ്ടല്ലേ? മേടിച്ചിരിക്കുന്നോട്ട് പറയില്ല, നീ വളർത്തിയെന്നൂടെ പറഞ്ഞൂടെ ഉള്ളത്. കുറച്ച് മുളക് പൊടി നമ്മൾ എടുക്കണം. അവിടെ നമ്മൾ എടുത്തിട്ടുണ്ട്. എരിവുള്ളത് നല്ലതാണ്. നമ്മുടെ മറ്റേ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചതച്ചതാണത്. ചതച്ചല്ല, അരച്ചതാണ്. നമ്മളെടുത്തൊന്നും ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ ഉപ്പ് ഇത്ര ഇടണ്ട, ഇപ്പോൾ കുറച്ചിട്ടാൽ മതി. പിന്നെ മല്ലിപ്പൊടിയേ കുറച്ച് മതി. പിന്നെ ഇത്തിരി കുരുമുളക് പൊടി, പിന്നെ നമുക്ക് വേണ്ട മസാലപ്പൊടി. മസാലപ്പൊടി ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി. മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ചേർത്തൊന്ന് കൊടുക്കുകയാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് നമുക്കെടുത്ത് കുറച്ച് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും അവിടെ ഒന്ന് പിഴിഞ്ഞടാ, ഒന്ന് പിഴിഞ്ഞ് പിഴിയാനൊന്നും അറിയില്ലല്ലോ. എടേ നീ അടുത്ത കൊണ്ടാണ് ഞാൻ അടുത്ത കൊണ്ട് ചെയ്യുന്നത്. പിഴിയുന്ന മാത്രമേ പിഴിയുള്ളൂ. അവസാനം ഇത് കഴിച്ചു കഴിയുമ്പോൾ എന്ത് ടേസ്റ്റാന്ന് പറയുന്നത് സോഹനൊക്കെ പെട്ടെന്ന് കിട്ടിപ്പോ ശ്രമിച്ചിന്റെ നോക്കലും കാര്യം ഞങ്ങള് ഓടില്ല. ഇനി വിരല് ഫ്രണ്ട് വരണം കേട്ടോ. ഇനി അത് കുറച്ച് തൈര് നമ്മൾ ചേർക്കാൻ പോയാണ്. അധികം വേണ്ട, കുറച്ച് മതി. കുളിച്ചു തൈര് നിന്റെയാണ് അവസാനം. അടി നമ്മൾ ചിക്കൻ എടുക്കാം. ഏകദേശം ഇതൊന്ന് ഒഴിച്ച് പരുവായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ ഒന്ന് നമുക്ക് തേച്ച് പിടിച്ച് കൊടുക്കാം. ചിക്കൻ വരഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കന് എടുത്ത് പാത്രത്തിലേക്കൊക്കെയാണ്. ഞാനെന്താണ് നിൽക്കുന്നത്? ചിക്കൻ പറയുന്ന കാണാൻ നല്ല രസമുണ്ടല്ലേ? എടാ ഗ്യാപ്പിലൊക്കെ നല്ലപോലെ ആ ഗ്യാപ്പിലൊക്കെ നല്ലപോലെ പോട്ടെ. ഒന്ന് ടേസ്റ്റ് ചെയ്യണം. എടാ ഉപ്പുണ്ടാകുമ്പോ നമ്മുടെ ലെവല് രണ്ടേക്കിട്ട് പിടിച്ചോടാ. ഈ മസാല അധികം ഇരിക്കാൻ പറ്റില്ല, കരിഞ്ഞു വരും. നമ്മള് ആവശ്യമുള്ള മാത്രം ബാക്കി നോക്കി കളയണം. നന്നായിട്ട് റേറ്റ് പിടിക്കും. 2 കൈ പിടിച്ചോടാ. പിടിച്ചിട്ട് എടാ കാലിലൊന്നും വീണ്ടില്ല. അധികം സൈഡൊക്കെ വെറുതെ ഇരിക്കുന്ന ഇതില്ല. ഞാൻ മറക്കീസാ ഓക്കെ. കൂടുതലായിട്ട് മസാല അതൊക്കെ എടുത്ത് കളയണം, കരിഞ്ഞു പിടിക്കണം. ഒന്ന് രണ്ട് കൈ കൊണ്ട് പിടിച്ച് പൊക്കി എടുത്ത് തേച്ച് പിടിപ്പിക്കല്ലോ, കരിയോടോ. നമ്മളിപ്പോ ചിക്കനെ പുറത്ത് ആ മസാല എല്ലാം പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്ന് പറഞ്ഞാൽ പെട്ടുന്ന സമയത്ത് ഇതുപോലെ തിക്കായിട്ട് വെക്കരുത്. നമ്മൾ ആ തിക്കുള്ള സാധനങ്ങളൊക്കെ പുറത്തുള്ളതൊക്കെ നമ്മളൊന്ന് മാറ്റി കളയണം. കാരണം അത് വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ തിക്കായിട്ടുള്ളതൊക്കെ നമ്മൾ വെക്കണതിന് മുമ്പൊന്ന് മാറ്റണം. ചിക്കനുള്ള ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ ഇതിൻ്റെ പുറത്തൊക്കെ ആ ഗ്രേവി ഒന്ന് പിടിക്കണം. അപ്പോൾ വേണ്ട, അപ്പോൾ നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം. അത് റെഡിയാകാനൊക്കെയുള്ള സമയമുണ്ട്. അപ്പോൾ അതിനുള്ളിൽ തന്നെ നമുക്ക് മറ്റേ ഇത് റെഡിയാക്കാനുള്ള, അതായത് കത്തിച്ച് കാര്യങ്ങളൊക്കെ റെഡിയാക്കാനുള്ള സാധനങ്ങളൊക്കെ. രണ്ടെണ്ണമായിട്ട് വെക്കേണ്ടി വരും. വെള്ളം വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഇതിങ്ങനെ ഭയങ്കര
ഇളമുള മൂത്തിട്ടില്ല, 2 കമ്പ്. നമ്മുടെ ചിക്കൻ്റെ അത് റെഡിയാക്കാനുള്ളത് നമ്മൾ ചെയ്യാണ്. അപ്പോൾ കാണിച്ചു തരാം. സംഭവം റെഡിയാക്കിയിട്ടുണ്ട്. ഒരു മുളങ്കമ്പ് കുത്തി മണ്ണ് പറ്റാതിരിക്കാൻ വേണ്ടി താഴത്ത് വാഴയില വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു വലിയ പാത്രം കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് കത്തിക്കാനുള്ള സാധനങ്ങളൊക്കെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി തുടങ്ങാം. ഓക്കെ, വെച്ചോ ചിക്കൻ എടുത്ത്. അത് അപ്പോൾ ചിക്കൻ വെക്കാം. സൈത പാട്ട മാറ്റ്. അപ്പൊ അതിന്റെ പുറത്താ നോക്കണം. എന്റെ മാതാവി, പിന്നെ എന്തുപാടി ഇപ്പൊ ചിക്കൻ ചിക്കൻ കെട്ടിയല്ലേ വെക്കുന്നത്? കുത്തി വെക്കണം. ഓക്കെ, നമ്മുടെ ചിക്കൻ ആഹാ അടിപൊളി. പാട്രിക് മച്ചാനാണ് ചെയ്യണത്. ഇനി നമ്മുടെ പാട്ട് വെക്കാം. സെവിച്ചനാണ് പാട്ട് വെച്ചത്. ഞങ്ങളിപ്പോ തുടങ്ങാൻ പോവാം. അപ്പൊ തീ കൊടുക്കണേ. ചിക്കൻ ഉണ്ടായി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ അതിൻ്റെ അന്ന് റിമൂവ് ചെയ്യാണ്. എന്താവും എന്തോ. ഓക്കെ, യെസ്, സക്സസ് ആയിട്ടുണ്ട്. അടിപൊളി. എടാ പാത്രം കൊണ്ടോ. അപ്പൊ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്കിത് അപ്പൊ നമുക്കിത് ഞങ്ങളിപ്പോ ഞങ്ങളുടെ പരിപാടി തുടങ്ങാൻ വേണം. കഴിപ്പ്. അപ്പൊ ഞങ്ങൾ തുടങ്ങി. അപ്പൊ സംഭവം റെഡി. ഞങ്ങൾ മയണൈസ് കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ കൂടെ ചിക്കനും മയണൈസും കൂടെ വെച്ച് ഞങ്ങൾ അങ്ങോട്ട് തകർക്കാൻ പോയി. അപ്പൊ കഴിക്കണത് കാണിക്കുന്നില്ല. അപ്പൊ ഞങ്ങൾ കഴിക്കണത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പേടിച്ചു പോകും. അപ്പൊ അതുകൊണ്ട് അടുത്ത എപ്പിസോഡിലേക്ക് കാണുന്നവരെ ബൈ.